30 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്ന മോഷ്ടാവ് പിടിയിലായി. നെയ്യാറ്റിൻകര തേരുപുറം സ്വദേശി ജയകുമാറിനെ പാറശാല പോലീസാണ് പിടികൂടിയത്. കാട്ടാക്കടയിൽ പെൺസുഹൃത്തിനെ കാണാനായി എത്തുന്നതിനിടയിലാണ് ഈ പ്രതി പിടിയിലായിരിക്കുന്നത്. ഇവിടെ ഏറ്റവും അത്ഭുതകരം 30 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്നു എന്നുള്ളതാണ്. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകാനുള്ളത്. രാഹുൽ, 3 പതിറ്റാണ്ടായി ഇയാളെ തേടി കേരള പോലീസ് കറങ്ങുകയായിരുന്നു. എങ്ങനെയാണ് 30 വർഷങ്ങൾക്കൊടുവിൽ ഇയാൾ പോലീസിന്റെ വലയിൽ വീണത്? എവിടെ വെച്ച് പിടിയിലായി? പക്ഷേ 96-ലാണ് ഈ തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിലിറങ്ങി. ഒരു മോഷണ കേസിൽ ജാമ്യത്തിലിറങ്ങി. അപ്പോഴും ഒരുപാട് കേസുകളുണ്ട്. അങ്ങനെ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് പ്രതി മുങ്ങുമ്പോൾ ഈ തീർപ്പാക്കാനുള്ള കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഹാജരാകുന്നില്ല. അത്തരത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ആലോചിക്കുക, 55 വയസ്സാണ് ഇപ്പോൾ ജയകുമാറിനുള്ളത്. അതായത് 25-ാം വയസ്സിൽ മോഷണ കേസും പിടിച്ചുപറി ഉൾപ്പെടെയുള്ള കേസുകളുണ്ടായിരുന്നു. 25-ാം വയസ്സിലാണ് ഇത്തരത്തിൽ ഒളിവിൽ പോകുന്നത്. അങ്ങനെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ താമസിച്ചു, പല ജോലികൾ ചെയ്തു. തമിഴ്നാട്ടിൽ ചോദ്യം ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് നിർമ്മാണ തൊഴിലാളിയായി കുറേയധികം വർഷം താമസിച്ചു. ഏറ്റവും ഒടുവിൽ ഒരു പെൺസുഹൃത്തിനെ, കാട്ടാക്കട കണ്ടലയിലെ പെൺസുഹൃത്തിനെ കാണാൻ എത്തിയപ്പോഴാണ് എത്തുന്ന വിവരം പാറശാല പോലീസ് അറിയുന്നു. അത്തരത്തിലാണ് പാറശാല പോലീസ് നിരീക്ഷണം ശക്തമാക്കി ഒടുവിൽ പ്രതിയെ പിടികൂടുന്നത്. അങ്ങനെ 96-ലെ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വിചാരണ ഇനി നേരിടാനുണ്ട്. എന്തായാലും നിലവിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കാട്ടാക്കട എത്തിയപ്പോഴാണ് പ്രതി പിടിയിലായത്. ഇയാൾക്ക് എത്ര വയസ്സ് പ്രായമുള്ള ആളാണ്? അതാ ഞാൻ പറഞ്ഞത്, 55 വയസ്സുണ്ട്. അതായത് 25-ാം വയസ്സിൽ ഒളിവിൽ പോകുന്നു. ഇപ്പോൾ പിടികൂടുമ്പോൾ 55 വയസ്സായി ജയകുമാർ.